മവ്രണമസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂ സ്വയംഭൂ യാഥാ തഥ്യതോ അർത്ഥാൻ വ്യദദാ ശാശ്വതീഭ്യഃ സമാഭ്യഃ. നമ്മൾ അതിന്റെ പദച്ഛേദവും ചെയ്തു, അന്വയം എഴുതി, എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചു. ഇനി നമ്മൾ അതിന്റെ വിചാരത്തിലേക്ക് കടക്കണം. നമുക്ക് അതിന് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപര്യകാത് എന്നുള്ളതിന്റെ അർത്ഥമാണ് വിചാരം ചെയ്തത് അല്ലെ ടീച്ചറെ? സപര്യകാത് അവ്രണം വരെയായി അല്ലെ? അപ്പോ സപര്യകാത് എന്ന് പറഞ്ഞാൽ ആത്മാവ് എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ ഒരേ ഒരു സത്യം തന്നെയാണ് ബുദ്ധിഹീനന്മാരായ ബോധഹീനന്മാരായ നമ്മളോട് ആവർത്തിച്ച് ഋഷി പറയുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ സത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞു വന്നത് അതാണ്. സർവത്ര ഈശ്വരനെ കാണണം, ഈശ്വരൻ എങ്ങും നിറഞ്ഞിരിക്കുന്നു. ഈ ഒരു സത്യത്തെ ഉപനിഷ സത്യം കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളം വെളിച്ചമാർന്നതാകണം. തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരുവനും താൻ തന്നെയാണെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അന്യന്റെ ദുഃഖത്തില് നമുക്കും ദുഃഖം ഉണ്ടാവണം. എന്റെ ലോകം വേറെ അവന്റെ ലോകം വേറെ എന്നല്ല നമ്മൾ കാണേണ്ടത്. അപ്പൊ പതുക്കെ മനസ്സിനെ ഈ സത്യത്തെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ഉപനിഷത്ത് പറയാണ്, സഹപര്യകാത്, അവൻ എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ്. അകായമാണ്, അതായത് ശരീരമില്ല അല്ലെ? എന്ന കായം അകായം, ശരീരമില്ലാത്തവനാണ്. സപര്യകാത് ശുദ്ധം, അകായം എന്ന് പറഞ്ഞ് ശരീരമില്ലാത്തവനാണ്. അതുപോലെ തന്നെ അതൊക്കെ നമ്മള് വിചാരം ചെയ്തതാണ് അല്ലെ? അതൊന്നുകൂടെ പറയണ്ടല്ലോ, ഇനി പറഞ്ഞതാണ് അത്. അതായത് എന്ന കായം അകായം, അതിവിടെ നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മാത്രം മതി. നാം ശരീരമല്ല അറിവാകുന്നു എന്ന ഗുരുവിന്റെ ഗദ്യപ്രാർത്ഥനയിലെ വാചകം നമുക്കിതിനോട് ചേർത്ത് പഠിക്കാം. അതായത് കാണപ്പെടുന്നവയ്ക്കാണ് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയത്. അതാണ് പരമാത്മാവിൽ നിന്നും ഉണ്ടായത്, അതിലേക്ക് ലയിക്കുന്നത്. പക്ഷേ എല്ലാതും രൂപമുള്ള നാമരൂപങ്ങൾ പരമാത്മാവിൽ നിന്നും ഉണ്ടാകുമ്പോഴും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ രൂപങ്ങളോട് കൂടി ഉണ്ടാകുമ്പോഴും അതിനെല്ലാം പരമകാരണമായ ഈശന് രൂപമില്ല, ശരീരമില്ല. അതാണ് പറയുന്നത്. നമുക്കൊക്കെ ശരീരമുണ്ട്, പ്രകടക ഭാവങ്ങൾക്ക് ശരീരമുണ്ട്. പക്ഷെ അതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന പരമ ചൈതന്യത്തിന് ശരീരമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ശരീരങ്ങൾക്ക് അതീതരാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം. അപ്പൊ പറയാണ്, അതായത് ശരീരം പ്രകടിത ഭാവങ്ങൾക്കാണ്, ബ്രഹ്മത്തിന് ശരീരമില്ല എന്നുള്ളതാണ്. അതായത് രൂപമുള്ള സകലതുമായി പ്രകടഭാവം കൈക്കൊള്ളുമ്പോൾ തന്നെ ഈശൻ ശരീരമില്ലാത്തവനായി നിലകൊള്ളുന്നു എന്നർത്ഥം. ഉറപ്പിക്കുക. അടുത്തത് പറയാണ് അകായം അവ്രണം അല്ലെ? അവ്രണം, ഈശന് മുറിവ്. അവ്രണം എന്ന് പറഞ്ഞാൽ മുറിവ്. അവ്രണം, അവിടെ ആ എന്നുള്ളതിനെല്ലാം വ്രണം അവ്രണം നേതി പ്രക്രിയയിലൂടെ പറയാണ്, മുറിവില്ലാത്തവനാണ് ഈശൻ, അവ്രണനാണ്. അപ്പൊ വ്രണം ഉണ്ടാകുന്നത്, നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി, മുറിവുണ്ടാകുന്ന ശരീരത്തിനാണ്. ശരീരമില്ലാത്തവന് മുറിവ് എവിടുന്ന ഉണ്ടാകുക? വ്രണം ശരീരത്തിനുണ്ടാകുന്ന മുറിവാണ്. ശരീരമുള്ളവന് മാത്രമേ വ്രണം ഉണ്ടാവുകയുള്ളൂ. ഈശൻ മുറിവില്ലാത്ത അറിവാണ്. നമ്മൾ പറഞ്ഞില്ലേ, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു, മനസ്സിനേക്കാൾ മുൻപേ അവൻ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാ? ഈ മുറിവില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെ ബാധിക്കുന്നതാണ് മുറിവ്. ചൈതന്യത്തിന് മുറിവില്ല. അപ്പോ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നാല് ആ നാമവും രൂപം മാത്രമേ പോകുന്നുള്ളൂ. ചൈതന്യത്തിന് മുറിവേൽക്കില്ല. ചൈതന്യം മുറിവില്ലാത്ത അറിവ് തന്നെയാണ്. അപ്പോ പ്രപഞ്ച രൂപങ്ങളായി ഭാവം പകർന്നു നിൽക്കുന്ന ആ സത്യത്തിന് ഒരിക്കലും വ്രണമില്ല എന്നറിയുക. അടുത്ത പറയാണ് അസ്നാവിരം, അതായത് സ്നായു നമ്മൾ പറഞ്ഞു, നാഡീ ഞരമ്പുകൾ ഇല്ലാത്തത് അല്ലെ? അതായത് സകല മനുഷ്യരുടെയും
ജന്തുക്കളുടെയും ശരീരത്തിന്റെ സ്വഭാവമാണ്. ജന്തുക്കളുടെ അല്ല വൃക്ഷങ്ങളുടെ ഒക്കെ ശരീരത്തിന് നാഡീഞരമ്പുകളുണ്ട്. അപ്പോ സകലതിന്റെയും ജന്തുക്കളുടെയും മനുഷ്യരുടെയും എല്ലാം ശരീരത്തിന്റെ സ്വഭാവമാണ് നാഡീഞരമ്പുകളോടുകൂടി ഇരിക്കുക എന്നുള്ളത്. ചൈതന്യത്തിന്റെ സ്വഭാവമല്ലത്. ജന്മ മൃത്യു ജരാവ്യാധികളൊന്നും ചൈതന്യത്തിനില്ല. ഇതൊക്കെ ഉള്ളത് ആർക്കാ? ശരീരത്തിന് മാത്രമാണ്. ശരീരങ്ങൾക്ക് മാത്രമാണ് ജന്മവും മൃത്യുവും മൃത്യുവും ജരയും ഒക്കെ ഉള്ളത്, വ്യാധികളൊക്കെ ഉള്ളത്. സദ്ഭാവ വികാരങ്ങളോട് കൂടിയതും ശരീരമാണ്. ജനിക്കുക, ഉണ്ടാവുക, നിലനിൽക്കുക, മാറ്റത്തിന് വിധേയമാകുക, ക്ഷയിച്ചു തുടങ്ങുക, നശിക്കുക, ഇതെല്ലാം ഈ ശരീരത്തിന് മാത്രമാണ്. ചൈതന്യത്തിന് അതൊന്നുമില്ല. അപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് നിങ്ങളൊരു ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രശ്നോപനിഷത്ത് നോട്ട് ചെയ്യുക കേട്ടോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. ചോദ്യങ്ങളിലൂടെ ശിഷ്യനെ കൊണ്ട് ഉത്തരത്തിലേക്ക് ശിഷ്യനെ എത്തിക്കുകയാണ് പ്രശ്നോപനിഷത്ത്. അതില് 3-ാമത്തെ പ്രശ്നമാണ്. പ്രശ്നോപനിഷത്തിലെ 3-ാം പ്രശ്നം. അതിനകത്ത് 6-ാമത്തെ മന്ത്രം. കൃതി മന്ത്രം നിങ്ങൾ വേണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് വിട്ടുതരുമൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് കേട്ടിരുന്നാൽ മതി. കൃതി ശേഷ ആത്മാ താസാം ശതമേകേകസ്യ ദ്വാസപ്തതിഃ പ്രതിശാഖ നാഡീ സഹസ്രാണി ഭവന്ത്യാസു വ്യാനശ്ചരതി. ആരാ പറഞ്ഞു? ഉപനിഷത്ത് ഋഷിമാരെ ധ്യാനിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നവരല്ല, സർവ്വതും അറിയാവുന്ന മഹാമനീഷികളാണ്. ഡോക്ടർമാരൊക്കെ ഇത് നോക്കി ഉപനിഷത്ത് നോക്കി പഠിക്കേണ്ടിയിരിക്കണം. കാരണം മനുഷ്യൻ, നമ്മൾ ഇന്നുവരെ നമ്മുടെ മുതുക് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ എത്ര നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ? നമുക്ക് കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണുപോലും ഒരു കണ്ണാടി ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് പോലും നമുക്ക് പൂർണ്ണമായൊരു ബോധമില്ല. പിന്നെ നമ്മൾ എന്ത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണെന്നാ പറയുന്നത്? ഒരു അല്പമാത്രമായ ജ്ഞാനമാണ് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തെ കുറിച്ച് പോലും നമുക്കുള്ളൂ. ഇവിടെ പറയാണ്, ആ മന്ത്രം ഇതിന്റെ അർത്ഥം വിശദീകരിച്ചു തരാം. അതായത് ഹൃദി ശേഷ ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാറില്ലേ? ഉപനിഷത്ത് എപ്പോഴും പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഹൃദയ കുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം അഹമഹി ആത്മരൂപേണ ഭാതി. എല്ലാവരിലും ഇരുന്നുകൊണ്ട് ഞാൻ 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 എന്ന് ആ പ്രകാശിക്കുന്ന ചൈതന്യമാണ് ആത്മാവ്. അപ്പൊ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിച്ചോളൂ. അപ്പൊ അതിന്റെ എവിടെ ഹൃദയ മധ്യത്തിൽ എങ്ങനെയാ അത് ഇരിക്കുന്നതെന്നൊക്കെ ഉപനിഷത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോ ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിലാണെന്ന് ഉപനിഷത്ത് മതം. ആ ഹൃദയത്തിൽ നിന്ന് 101 പ്രധാന നാഡികൾ പുറപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മളുടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് 101 പ്രധാന നാഡികൾ പുറപ്പെടുന്നുണ്ട്. 101 പ്രധാന നാഡികൾ. അവയിൽ ഓരോന്നിനും 100 ശാഖാനാഡികൾ വീതമുണ്ട്. ഹൃദയത്തിൽ നിന്ന് 101 നാഡികൾ പുറപ്പെടുന്നു. ഈ 101 നാഡികളിൽ ഓരോന്നിനും 100 ശാഖാനാഡികളുണ്ട്. ഇങ്ങനെ ഓരോ ദേഹത്തിലും കോടിക്കണക്കായുള്ള നാഡികളിൽ കൂടി വ്യാനൻ എന്ന പ്രാണവായു സഞ്ചരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ മൊത്തം നിറഞ്ഞിരിക്കുന്നവനാണ് വ്യാനൻ. അപ്പോ 5 പ്രാണനുകൾ: പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. 5 പ്രാണനുകളുണ്ട്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ 5 പ്രാണനുകളിൽ വ്യാനനെയാണ് ശ്രദ്ധിക്കുക. വ്യാനൻ ഈ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ആ 100 പ്രധാനപ്പെട്ട 101 പ്രധാന നാഡികളിൽ ഓരോന്നിനും ശാഖോപശാഖകളായി 100 ശാഖാനാഡികളുണ്ട് അത്രേ. ഇങ്ങനെ ഓരോ ദേഹത്തിലും കോടിക്കണക്കായിട്ടുള്ള ആ നാഡികളിലൂടെയാണ് വ്യാനൻ എന്ന പ്രാണവായു സഞ്ചരിക്കുന്നത്. അതായത് എപ്രകാരമാണോ സൂര്യനിൽ നിന്ന് അനേകം സൂര്യരശ്മികള് ഭൂമിയിലേക്ക് പ്രസരിക്കുന്നത്,
അതുപോലെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് ദേഹത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് വ്യാനൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥമാണ്. അപ്പൊ വ്യാനം സഞ്ചരിക്കുന്നത് ഈ കോടിക്കണക്കിന് നാഡികളിലൂടെയാണ്. അപ്പോ ഒരു പ്രത്യേകം നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്, ഒരു ദേഹത്തിൽ 72,72,10,10,201 72,72,10,201 72,72,10,201 നാഡികളുണ്ടെന്ന് ശ്രുതി കണക്കാക്കുന്നു. ഇപ്പൊ പ്രശ്നോപനിഷത്തിലെ 6-ാം മന്ത്രാണ്. ഇനി അവിടെ ഒരു കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഏതിനാ? ശരീരത്തിനാണ്. ഇതൊന്നും ആത്മാവിന്റെ അല്ല. ഇത് പറയാണ്, ഹൃദയത്തിൽ നിന്ന് അധൈകയോർധ്വഃ ഉദാനഃ പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉപാഭ്യാമേവ മനുഷ്യലോകം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്. ഓരോ ജീവനും ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ പ്രാണൻ ഏത് വഴിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന്. ഏതാണ് ഗതി എന്നുള്ളത് നമ്മള് ഈശ്വര നിശ്ചയമാണത്. ഇവിടെ പറയാണ്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന 101 നാഡികളിൽ ഒരു നാഡി മേൽപോട്ടേക്ക് പോകുന്നുണ്ട്, സുഷുമ്ന. ആ സുഷുമ്ന എന്നൊരു പ്രധാന നാഡിയില്, അത് നമ്മുടെ കാൽപാദത്തിന്റെ അടി മുതല് ശിരസ് വരെ വ്യാപിച്ചിരിക്കുന്ന സുഷുമ്ന നാഡി. അപ്പൊ എന്താ പറയാ, ആ ഉദാനവായു ആ നാഡിയിൽ കൂടി പുറത്തേക്ക് പോയി. അപ്പൊ എന്തെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലൂടെയാണ് ഉദാനപ്രാണൻ സഞ്ചരിക്കുന്നത്. ഉദാനപ്രാണനാണ് നമ്മുടെ പ്രാണനെ, നമ്മുടെ ജീവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് ചിലപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ ഇതിലൂടെ ആയിരിക്കാം, ചിലപ്പോ അധോഗതിയിലൂടെ ആയിരിക്കാം. ഏത് രീതിയിലൂടെ, ഏത് ഗതിയിലൂടെയാണോ കൊണ്ടുപോകുന്നത്, അത് കൊണ്ടുപോകുന്ന ജോലി ആർക്കാണ്? ഉദാനപ്രാണനാണ്. ഈ ഉദാനപ്രാണൻ സുഷുമ്ന നാഡിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഈ ആത്മാനുഭൂതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ 6 ആധാര ചക്രങ്ങളെല്ലാം പറയുന്നില്ലേ. അപ്പൊ അവിടെയൊക്കെ ഈ പ്രാണനെ അടക്കി, വാസനകളെ അടക്കി ഉള്ളം ശുദ്ധമാകാനുള്ള ആക്കിയിട്ടുള്ള ഋഷിമാരുടെ അനുഭവങ്ങളാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ പരിവർത്തനങ്ങളും പ്രകാശവും ഒക്കെ പരത്തേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തുന്നതിന് സഹായിക്കും നമ്മളുടെ ഓരോ പഠനവും നമ്മളിൽ തന്നെ ഒരു പ്രകാശം പരത്തുന്നതിന് ഉപയുക്തമാകണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ മനുഷ്യരെ ഏതായാലും അവരുടെ ജീവിതയാത്ര സുഗമമാവും, ഒരു സംശയമില്ല. ആ ജീവിതയാത്ര സുഗമമാകുമ്പോഴും ഈ ഓങ്കാരവും ഈ ദർശനവും മനനം ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റൊന്നും അവിടെ ചിന്ത ചെയ്യണ്ട. കാരണം എന്താന്ന് വെച്ചാല്, ഘടോപനിഷത്ത് പറയുന്നുണ്ട്, ദേഹത്തിൽ നിന്നും ആത്മാവിനെ കർമ്മഫല അനുഭവത്തിനു വേണ്ടി സ്വീകരിക്കേണ്ട പുതിയ ദേഹത്തിലേക്ക് നയിക്കുന്നത് ഉദാനനാണ്. അതായത് നമ്മളുടെ ദേഹത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ച്, അതായത് മനസ്സ് പ്രാണനിലേക്ക് ലയിക്കും. വാസനകൾ കൂട്ടിവെച്ചിരിക്കുന്ന എന്തൊക്കെ, ചിലപ്പോ മോഹങ്ങൾ ഉണ്ടാവാം, മോഹഭംഗങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ അതിനകത്ത് എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത് നമുക്കല്ലേ അറിയൂ, അല്ലെ? ആ ചിന്തകളെയൊക്കെ ഈശ്വര ചിന്ത കൊണ്ട് ഇല്ലാണ്ടാക്കണം. കാരണം പ്രാണൻ ഈ ശരീരത്തിനെ ജീർണിച്ചു തുടങ്ങുമ്പോൾ, ശരീരം ഉപേക്ഷിക്കുമ്പോൾ മനസ്സ് പ്രാണനിലേക്ക് ലയിക്കും. ഈ ഉദാനനാണ് മറ്റൊരു ദേഹാന്തരത്തിലേക്ക് വാസനയ്ക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി ഉള്ളത് ഉദാനനാണ്. അതായത് കഠോപനിഷത്തിൽ 6-ാം മന്ത്രത്തിലെ 16-ാമത്തെ മന്ത്രത്തിലൂടെ പറയുന്നുണ്ട്, പുണ്യവാന്മാർക്ക് മാത്രമേ സുഷുമ്ന വഴി ഊർധ്വഗതിയുള്ളൂ എന്ന് പറയും. സുഷുമ്ന നാഡിയിലൂടെ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നത്, ജീവനെ പുറത്തേക്ക് പോകുന്നത് പുണ്യവാന്മാർക്ക് മാത്രമേ ഉള്ളെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ഇവിടെ ഇപ്പൊ ഇത് എടുത്തു പറഞ്ഞത് അസ്നാവിരം പറഞ്ഞപ്പോഴാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തെ ശരീരത്തിനാണ് നാഡീഞരമ്പുകൾ ഉള്ളത്, ചൈതന്യത്തിനല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ നാഡീഞരമ്പുകളെല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു ഉപാധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ഉപാധിയെ നമ്മൾ വളരെ തെളിമയാർന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗുരു പറയണത് ജപിക്കാനുള്ള വസ്ത്രമാണ് ശരീരം എന്ന് പറയണത്. അപ്പൊ ശരീരത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ശരീരം വേണ്ടെന്നല്ല എന്റെ അർത്ഥം. അപ്പൊ പറഞ്ഞു അവ്രണം പറഞ്ഞു, അസ്നാവിരം, നാഡീഞരമ്പുകളൊന്നും ഇല്ലാത്തതാണ് ആത്മാവ്. അടുത്ത ശുദ്ധമാണ്. നമ്മളൊക്കെയാണ് മായയിൽപ്പെട്ടിരിക്കുന്നവര്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതിനോട് രാഗദ്വേഷമുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന വാസനകൾ അത്രയും ശക്തമാണ്, ലൗകിക വാസനകള്. അതുകൊണ്ട് അവിടം ശുദ്ധമല്ല. പക്ഷെ ആത്മസ്വരൂപം മായാദോഷം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ശുദ്ധമാണ്. അതുകൊണ്ടാണ് പരബ്രഹ്മ സ്വരൂപനായ ഗുരുവിനെ ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞത് നമോ ഭഗവതേ നിത്യ ശുദ്ധ മുക്ത മഹാത്മനേ എന്ന് പറഞ്ഞു. യാതൊരു കാലുഷ്യവുമില്ലാതെ തെളിഞ്ഞ മനസ്സോടെ തെളിഞ്ഞ പ്രകാശ സ്വരൂപനായിട്ട് ഈ ലോകത്തെ കണ്ടു ഗുരു. അതായത് ഗുരുദർശനം ഈ ലോകത്തേക്കുള്ള എന്താ പറയാ താക്കീതുകളാണ്, അല്ലെങ്കിൽ ഈ ലോകം പഠിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഇന്നത്തെ കലിയുഗവാസികൾക്ക് അനുസരിക്കേണ്ടുന്ന നിയമാവലിയാണ് ഗുരുവിന്റെ കൃതികളും ഗുരുവിന്റെ ദർശനവും. ഇനി ജാതിയും മതവും മറ്റ് വർണ്ണ ഭേദമില്ലാതെ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മനുഷ്യ മനസ്സുകള് പ്രകാശപൂർണമാകും. ശാന്തവും സ്വസ്ഥവുമായി ഇവിടെ ജീവിക്കാം. എവിടെ നമ്മൾ ചെന്നാലും ഞാനെന്നും എന്റേതെന്നും അല്ലാതെ നമ്മളെന്ന് പറയുന്നത് വളരെ കുറവാണ്. ചുരുങ്ങിയ കൈ ഇങ്ങനെ പിടിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. എങ്ങനെ പിടിച്ചോണ്ട് ഇരിക്കാനാണ് നമുക്ക് തയ്യാറാവുള്ളൂ. പക്ഷെ ഗുരുക്കന്മാർ ഇങ്ങനെയാ പിടിച്ചത്. എല്ലാത്തിനെയും വസുദൈവ കുടുംബകം എന്ന ദർശനമാണ് അവരുടേത്. അപ്പൊ അതുകൊണ്ടാണ് ഋഷിമാർക്ക് ഇത്തരത്തിൽ എന്താ പറയാ കൃപാർദ്രമായ വചനങ്ങള് തരാൻ സാധിക്കുന്നത്. അപ്പോ കാണുമ്പോൾ ജാതിയും മതവും ഒന്നും വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പൊ അത് ഗുരു എപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങൾക്കും ഇങ്ങനെ വിഭാഗീയമായ സംസാരങ്ങളിലെല്ലാം ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും എപ്പോഴും അതിനെ എതിർത്തിരുന്നതാണ്. അപ്പൊ നമ്മളുടെയൊക്കെ ഉള്ളിലും മറ്റൊരു സഹോദരനെ കാണുമ്പോൾ അവൻ ആരാണ് ആള് എന്ന് നമ്മളിൽ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാതെ അവനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കാം. നമുക്ക് ചെയ്യാവുന്ന നമുക്ക് ചെയ്യാം. ലോകം നന്നാക്കാൻ നമുക്ക് സാധ്യമല്ല, അങ്ങനെ നമുക്ക് കടന്നു പോവാം, അത്രേ ഉള്ളൂ. അപ്പോ ശുദ്ധമായ, അതായത് മനസ്സ് ശുദ്ധമാകുമ്പോൾ മാത്രമാണ് സാധകന് സത്യാനുഭവം ഉണ്ടാവുന്നത്. അവിടെ ഒരു സംശയവും ഇല്ല. അതിനാണ് ഈ ശുദ്ധം. ആത്മാവിന്റെ സ്വരൂപം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളും ആത്മാവ് തന്നെയാണ്, ജീവനും ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ അന്ധകരണത്തെ തെളിയിക്കണം. അവിടെ മാത്രമേ സത്യാനുഭവം ഉണ്ടാവുകയുള്ളൂ. അതായത് ശരീരത്തിൽ നിന്നും ഭിന്നമായ നിർമ്മലമായ ബോധമാണ് ഞാൻ എന്ന് എപ്പോഴും, അല്ലെ? അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു. അതാ ഗുരു പറഞ്ഞത്. ആരാ ഭക്തൻ എന്ന് ചോദിച്ചാൽ ഗുരു പറഞ്ഞു തന്നത് എന്താ? ആരാണ് ഭക്തൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ആ കാറ്റഗറി പെട്ടവരല്ല. കാരണം ഞാൻ ആനന്ദമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ ആത്മാവാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ ബ്രഹ്മമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആനന്ദോഹമഹം ബ്രഹ്മ ആത്മാഹമസ്മീതി രൂപതഃ ഭാവന സതതം യസ്യ സ ഭക്തഃ. അപ്പൊ നമ്മള് ഗുരുവിന്റെ ഭക്തനാകണമെങ്കിൽ ഈ പ്രാർത്ഥന നമുക്ക് വേണം. ആ ശ്ലോകം കാണാതെ പഠിച്ചോട്ടോ. ദർശനമാലയിലെ ഭക്തി ദർശനത്തിലെ ഭക്തന്റെ നിർവചനം നന്നായിട്ട് പഠിക്കുക. ഈ കലിയുഗവാസികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ദുഃഖമല്ല നാം, ആനന്ദമാണ്. ദുഃഖം മനസ്സ് കൊണ്ടുവന്നതാണ് ദുഃഖം. എവിടെയൊക്കെയോ അലിഞ്ഞു നടന്ന് എന്തിനൊക്കെയോ സഞ്ചരിച്ച് എന്തൊക്കെയോ കൂട്ടിവെച്ച് അതിന്റെ ഫലമായി ദുഃഖിക്കുന്ന ഈ മനസ്സെന്ന ആ ഒരു എന്താ പറയാ, ആ മരം ചാടിയെ അങ്ങ് വിട്ടേക്ക്. അതിനപ്പുറം
ചൈതന്യമുണ്ട്, ആനന്ദമുണ്ട്. അത് ഏത് ദുഃഖത്തിലും കൂട്ടായി നമ്മോടൊപ്പം ഉണ്ട് എന്നൊരു ഉറപ്പ് നമുക്ക് വേണം. നമ്മളെ എവിടെയൊക്കെ ഉറപ്പ് പിടിച്ചേക്കണേ? ഭർത്താവിലും ഭാര്യയിലും മക്കളിലും സമ്പത്തിലും ഒക്കെയാ. അതൊന്നും ഉറപ്പല്ല, അതൊക്കെ ഇളകുന്ന തൂണാണ്. ഉറപ്പ് ജഗദീശ്വരനല്ല വേണ്ടത്. ആരൊക്കെ എവിടെയൊക്കെ ഉപേക്ഷിച്ചു പോയാലും, എങ്ങനെ തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും ഈശ്വരൻ എന്നൊരു സത്തയുണ്ട്. അത് ഒരിക്കലും കൈവിടില്ല. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഓർക്കുക. അതിന് വേണ്ടി മാത്രം ജീവിക്കുക. അപ്പൊ നമ്മുടെ ജീവിതം സാർത്ഥകമാവും. ഒരു പരിധി കഴിഞ്ഞ ഉത്തരവാദിത്വ ബോധങ്ങളൊക്കെ ശരീരം കൊണ്ട് വിടണ്ട. അപ്പൊ സുന്ദരേശ് സാറിന് കുട്ടിയെ നോക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി കുട്ടിയെ നോക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റൂ. കാരണം നമ്മൾ എന്തൊക്കെയാണോ ഈ സമൂഹത്തിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചത് അത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് വിടുക. ശരീരം കൊണ്ട് വിടുന്ന സമയമാകുമ്പോൾ അത് വിടുക. അല്ലാതെ മനസ്സുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. അവിടെ മറ്റു ചിന്തകളെല്ലാം കളഞ്ഞ്, ദുഃഖചിന്തകൾ കളഞ്ഞ് അവിടെ ഈശ്വരനാമം വെച്ചു കൊടുക്കുക. എന്തിലും പരിഹാരം ഈശ്വരനില്ല. ഞാനിപ്പോ ജയശ്രീജി കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു കഴിഞ്ഞത്, ജയശ്രീ ബാബുവിന്റെ. അതെ ടീച്ചർ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്നോട് ഇങ്ങനെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞത്, നടത്തുന്നത് ഇപ്പൊ നന്ദി മാമിന്റെ എല്ലാ മോന്റെ കല്യാണം, 2 കുട്ടികളുടെ കല്യാണം കഴിഞ്ഞപ്പോ അല്ലെ. അപ്പൊ നടത്തുന്നത് നമ്മളല്ല, പറയുന്നത് ഞാനല്ല, എന്നിലൂടെ ഇത് നടത്തുന്നത് ഈശ്വരനാണ്. പ്രകൃതിയുടെ കൃതി നടക്കുകയാണ് അവിടെ. ഞാനാണ് ഇത് നടക്കണേന്ന് പറയുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരും, ആദി വരും, വ്യാധി വരും അല്ല. അപ്പൊ അങ്ങനെ സമർപ്പണത്തോടു കൂടി ഏത് കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോ ചെയ്യേണ്ടത് ഇത്തരമാണ്: ശുദ്ധമാക്കുക. ശുദ്ധമായ അന്ധകരണത്തിൽ മാത്രമേ സത്യബുദ്ധി തെളിയുകയുള്ളൂ. ഞാൻ ശരീരമല്ല, അതിനപ്പുറം ചൈതന്യമാണെന്ന് മനസ്സിൽ ഓർത്തോണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ശുദ്ധാന്തകരണനെ ഈശ്വരനിലേക്ക് ലീനമാകാനായിട്ട് സാധിക്കും. അപ്പൊ എന്തെല്ലാം പറഞ്ഞു നമ്മള്? സപര്യകാത്, ശുക്രം, അകായം, അവ്രണം, അസ്നാവിരം, ശുദ്ധം. അടുത്തത് അപാപവിദ്ധം. അപാപവിദ്ധം നോക്കട്ടെ, പദങ്ങളുടെ അർത്ഥം വളരെ കൃത്യമായി പഠിച്ചോളണം. അതായത് പാപം ഏറ്റിട്ടില്ല. ആ പാപം എന്ന് പറഞ്ഞ പാപമില്ലാത്തത്, പാപം ഏറ്റിട്ടില്ലാത്തത്. സകല പാപങ്ങളിൽ നിന്നും മോചിതനായിരിക്കുന്നവനാണ് ആത്മാവ്, ആത്മസ്വരൂപം. അതായത് വേദാന്തത്തിന്റെ കാഴ്ചപ്പാടില് പാപവും പുണ്യമൊന്നും ഇല്ല. കാരണം ഈശ്വരനെ കർമ്മങ്ങൾ കൊണ്ട് നേടുന്നതാണ് പാപവും പുണ്യമൊക്കെ. ആ പാപത്തിന്റെയും പുണ്യത്തിന്റെയും പരിധി നിശ്ചയിക്കുന്നത് മനുഷ്യര് മാത്രമാണ്. ചില കാര്യങ്ങൾ ചിലർക്ക് പാപമായിട്ട് തോന്നും, ചില കാര്യങ്ങൾ ചിലർക്ക് ആ കാര്യം തന്നെ അത് പുണ്യമായിട്ട് തോന്നും അല്ലേ. ഇപ്പോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ യുദ്ധത്തിന്റെ ഭാഗമായി ഒരുത്തനെ കൊല്ലുമ്പോൾ അത് പാപമാകുന്നില്ല. അതേസമയം വൈരാഗ്യം കൊണ്ട് ഒരുത്തനെ കൊല്ലുമ്പോൾ അത് പാപമാകുന്നു അല്ലെ. അപ്പൊ പാപവും പുണ്യവും ഒക്കെ ആ ഉപാധികൾക്കനുസരിച്ച്, കർമ്മത്തിനനുസരിച്ച് മനുഷ്യ സൃഷ്ടിയാണ്. ഈശ്വരന് പാപവും പുണ്യമൊന്നും ഇല്ല. നമ്മുടെ ചൈതന്യത്തിന് പാപവും പുണ്യമൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ നമ്മൾ ഒന്ന് പഠിപ്പിച്ച് കൂടി നമ്മൾ പറഞ്ഞു തന്നില്ലേ പ്രാർത്ഥന. അവിടുത്തെ പാപം എന്താ? എന്റെ സകല പാപങ്ങളെയും നശിപ്പിച്ചാൽ പോരാ, വറുത്ത് കളഞ്ഞേക്കണം. നശിപ്പിച്ചാൽ അതിന്റെ ഒരു അംശം ഇച്ചിരി കിടന്നാലും അത് പിന്നെയും വരും. വറുത്ത് കളയണം. അപ്പൊ എന്താണ് വറുത്ത് കളയേണ്ടത്? അതെ അതെ, ജന്മാന്തരങ്ങളായി കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നിറച്ചു വെച്ചിട്ടാ വന്നേക്കണേ. അതിന് വർഷങ്ങളോളം ഇരുട്ടടഞ്ഞു കിടന്ന ഗുഹയിലേക്ക് വർഷങ്ങൾ വിളക്ക് കത്തിച്ചു വെക്കണ്ട, ഒരു ദീപം കത്തിച്ചു വെച്ചാൽ മതി. അപ്പോ ആഗാമിയും സഞ്ചിതവും പ്രാരബ്ധവുമായ വാസനകള്, കർമ്മങ്ങൾ ഒടുങ്ങും. ഏത്? ഈ സത്യജ്ഞാനം ഉണ്ടാവുന്നു. അപ്പോ പാപം എന്താന്ന് വെച്ചാ സത്യം അറിയാതെ ജീവിക്കുന്നതാണ് പാപം. സങ്കടം വരും ഓരോരുത്തരുടെ
ഓട്ടവും പാച്ചിലും മാറി നിന്ന് നമ്മൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വസ്ത്രം വാങ്ങാൻ ഓടുന്നു, പിന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ഓടുന്നു. ഇങ്ങനെ ഈ ഓട്ടത്തിന്റെ തിരക്കിനിടയില് ഒരു അല്പസമയം ജീവിതത്തിൽ ശാന്തമായിട്ടിരിക്കാൻ ഇവരെ ആരും കണ്ടെത്തുന്നില്ല സമയം. ഇത് പറഞ്ഞതുപോലെ ആശാന്റെ വചനാന്ന് തോന്നുന്നു, ജന്തുവിന്ന് തുടരുന്നു വാസനാബന്ധമിങ്ങുടല് വീഴുവോളവും, അല്ലേ ടീച്ചറെ? ആശാന്റെ വചനല്ലേ? ജന്തുവിന് തുടരുന്നു വാസനാബന്ധമിങ്ങുടല് വീഴുവോളം. ഈ ഉടല് വീണ് കിടക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്ത നിമിഷം എനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണേ. എന്തിന് ഈ ശരീരം വന്നു, ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഞാൻ ആ ശരീരത്തിൽ ഇരുന്ന് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മറന്നു പോവുകയല്ലേ. ഇതല്ലേ പാപം. സത്യം അറിയാതെ ജീവിക്കുന്നവരെ കാണുമ്പോൾ വല്ലാത്ത നമുക്ക് തന്നെ ദയനീയത തോന്നും. ഒരു പറഞ്ഞ പോലെ എന്താ പറയാ, അജ്ഞാനികളോട് പിന്നെ അവിവേകികളോട് ദയോടുകൂടി പെരുമാറണം, കാരുണ്യത്തോടുകൂടി പെരുമാറണം എന്നൊരു വാചകം ഉണ്ടായിരുന്നല്ലോ ഗുരു പറഞ്ഞത്. അറിവില്ലാത്തവരോട് അനുകമ്പയോടുകൂടി പെരുമാറണം. അറിവില്ല എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചില്ല എന്നല്ല അർത്ഥം. ആത്മീയമായ അറിവിലേക്ക് മുന്നേറാൻ കഴിയാത്തവർക്ക് ഈ ഭൂമി എന്നും നരക തുല്യമാണ്. ഇവിടുത്തെ വേദനകൾ സഹിക്കാനാവാതെ എത്ര AC റൂമിൽ കിടന്നാലും, എത്ര സുഖ സൗകര്യങ്ങളോടെ കിടന്നാലും, എത്ര നല്ല ആഹാരം കഴിച്ചാലും ആ AC തണുപ്പൊന്നും പോരാതെ അതിനകത്ത് കിടന്ന് നെല്ലിവിരി കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എവിടുന്നാണ് സുഖം കിട്ടുക? AC ന്നാണോ കിട്ടുക? ആഹാരത്തിൽ നിന്നാണോ കിട്ടുക? അനുഭവിച്ച ഭൗതിക സുഖഭോഗങ്ങളിൽ നിന്നാണോ സുഖം കിട്ടുക? സുഖം ഇരിക്കുന്നത് ആ സുഖസ്വരൂപമായ ആ ചൈതന്യത്തിലാണെന്ന് അറിയാതെ ജീവിക്കുന്നവർക്കാണ് AC കിടന്നിട്ട് പോലും ഉറക്കം വരാത്തത്, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ളതും ശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ആത്മീയ പഠനം. അപ്പൊ നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റിയതാണ് പാപം. സത്യസ്വരൂപനായ ജഗദീശ്വരനെ ഒരു പാപവും വെച്ചിട്ടില്ല, പാപവും ഇല്ല. നമ്മുടെയൊക്കെ ഉള്ളില് ചൈതന്യമായി പ്രകാശിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം വാസനാന്വിതമായി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല, അല്ലേ? ആത്മാവിനെ ബാധിക്കുന്നില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണഃ ഹന്യതേ ഹന്യമാനേ ശരീരേ. അതായത് സൂര്യരശ്മികള് നല്ലതും ചീത്തതുമായ എല്ലാ വസ്തുക്കളിലും പതിക്കും. പക്ഷെ ആ വസ്തുക്കളുടെ മാലിന്യം അതിന്റെ കിരണങ്ങളിൽ ബാധിക്കുന്നില്ല. അഗ്നി എത്ര ദുർഗന്ധമുള്ള ശവശരീരത്തെ വരെ കത്തിച്ചു കളഞ്ഞാലും ആ ചാരം എപ്പോഴും ഒരേ സുഗന്ധമുള്ളത് തന്നെയായിരിക്കും, അതിന് ദുർഗന്ധം വരാറില്ല. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ആത്മാവ് ഏതെല്ലാം ഉപാധികളിൽ പ്രതിബിംബിച്ചാലും ആ ഉപാധിയുടെ ദോഷം ആത്മസ്വരൂപത്തിന് ഏൽക്കുന്നില്ല. ചന്ദ്രന്റെ സൂര്യരശ്മികൾ പോലെ, അഗ്നിയെ പോലെ. ഒരു അഗ്നിയാണ് ബ്രഹ്മപ്രതീകമായി ഹോമമന്ത്രത്തിൽ പറഞ്ഞു തന്നത്. അപ്പോ എന്താ സത്യം എന്ന് പറഞ്ഞ എന്താണ് പാപം എന്ന് പറഞ്ഞ എന്തായിരിക്കും പറയാ ഇന്ദിര ടീച്ചറെ? എന്താണ് പാപം? ഒറ്റ വാക്കില് അജ്ഞാനമാണ്, അല്ലെ? അതായത് ഞാൻ എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യം ഈശ്വരാംശമാണെന്ന് അറിയാതിരിക്കുന്നതാണല്ലോ അജ്ഞാനം, അല്ലെ? സത്യം അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം കേട്ടോ. അപ്പോ ഈ കാണുന്ന സമസ്ത ചരാചരങ്ങളും ഒരേ ഒരു ഈശ്വര പറഞ്ഞു. അപ്പം അറിവില്ലായ്മ, അശ്രദ്ധ, അഹങ്കാരം കൊണ്ട് പാപങ്ങൾ വരുന്നില്ലേ? അതെ, വരുന്നുണ്ട്. അഹങ്കാരം വരുന്നത് എങ്ങനെയാ? ഈശ്വരനിൽ നിന്ന് ഭിന്നനാണ് താനെന്ന് ഉള്ള ബോധം വരുമ്പോഴല്ലേ അഹങ്കാരം വരുന്നത്. അറിവില്ലായ്മ, സത്യത്തെ അറിയാതിരിക്കുമ്പോഴല്ലേ അറിവില്ലായ്മ വരിക. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലേ സുന്ദരേശൻ സാർ? അതല്ലേ ഉദ്ദേശിച്ചത്? അശ്രദ്ധ എന്താ ഉദ്ദേശിച്ചത്? അശ്രദ്ധ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഗുരുപതിഷ്ഠ വേദാന്ത വാക്യേഷു വിശ്വാസ ശ്രദ്ധ. ആ ശ്രദ്ധ ഇല്ലാതിരിക്കല് തന്നെയാണ് അശ്രദ്ധ, അല്ലേ? അതെ. അതായത് ഗുരു എത്രയോ ഗുരുവാണികൾ, എത്ര കറക്റ്റാണ് സാറിന്റെ ആ നിഗമനം നോക്കും. അതായത് ഒരു 64 കൃതികളിലൂടെയും പറഞ്ഞു വെച്ചത് ഈ സത്യം 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 തന്നെ.
നമ്മൾ അതിനെ എന്ത് ചെയ്യും? പാടി പുകഴ്ത്തി കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കൂട്ടിയും കുറച്ചും വ്യാഖ്യാനിച്ചും കൊണ്ട് നമ്മൾ പോവുക. ഇപ്പൊ മാംസഭക്ഷണം കഴിക്കണോന്നുള്ളവർ എന്ത് ചെയ്യും? അത് അവനവന്റെ നിയമത്തിനനുസരിച്ച് അതിനെ മാറ്റും. മദ്യം കഴിക്കണവൻ എന്ത് ചെയ്യും? അത് മാത്രം എടുത്ത് മാറ്റിവെക്കും. അല്ല, ആ നിയമം മാത്രം എടുത്ത് മാറ്റിവെക്കും. പക്ഷെ ഭഗവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ സത്യത്തെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ശ്രദ്ധയോടുകൂടി അതിനെ ശ്രവിച്ചാൽ ഈ ജന്മം കൊണ്ട് തന്നെ നമ്മളുടെ ഈ പെരുങ്കടലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. വെറുതെ പറയുന്നതല്ല. കാരണം ഇനിയുള്ളൊരു തലമുറ അല്ലെ, ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞ പോലെ സാധിക്കുമോ അറിയില്ല. എല്ലാത്തിനും സർവം സഹയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഒരു കുടുംബത്തില്. ഇന്ന് ആ സ്ത്രീത്വവും ക്ഷമയും സഹനവും ഒക്കെ ഇല്ലാണ്ട് പോയിരിക്കുന്നു സമൂഹത്തിൽ നിന്ന്. ഇനി ഏറ്റവും സഹനശക്തിയോടെ വളർന്ന ആധ്യാത്മികതയിലൊക്കെ വളർന്ന അമ്മമാര് വളർത്തുന്ന വിരലെണ്ണാവുന്ന കുഞ്ഞുങ്ങളുണ്ടാവും കുടുംബങ്ങളില്. ശാന്തിയും സമാധാനവും പകരുന്നവരായിട്ട് വരാൻ, അടുത്ത തലമുറയിലേക്ക് വരാൻ. അപ്പോ അല്ലാത്ത ഒരു അജ്ഞതയിലേക്കാണ് ലോകം നടന്നെടുക്കുന്നത്. ആധ്യാത്മികത ജീവിതത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഇരുട്ടിലേക്ക് നാം നടന്നെടുക്കുന്നത്. അതായത് സത്യമറിയാതെ നൈമിഷികമായി കിട്ടുന്ന സുഖഭോഗങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കുന്നത് പാപമാണ്. നൈമിഷിക സുഖഭോഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ, അതാണ് സുഖം എന്ന് കരുതി ഈ അതിലും അറിവിലും ഏറിയ അറിവായ ആ പരമാനന്ദത്തെ അറിയാതെ ഈ കൊച്ചു കൊച്ചു സുഖങ്ങളിൽ ഭ്രമിച്ച് എനിക്കിത് മതി എന്ന് കരുതി ജീവിക്കുന്നത് പാപമാണ്. ഒരു വാക്യങ്ങളിൽ വിശ്വാസമില്ലാത്തത്, അശ്രദ്ധ കാണിക്കുന്നത് പാപമാണ്. സത്യമറിയാതെ ജീവിക്കുന്നത് പാപമാണ്. താൻ ഉൾപ്പെടുന്ന സമസ്തയിനെയും നിലനിർത്തുന്ന ചൈതന്യം ഈശ്വരാംശമാണെന്ന് അറിയാതിരിക്കുന്നത് പാപമാണ്. ഇപ്പൊ എന്തായി? എത്രയോ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഗുരുവിന്റെ ദർശനത്തിലൂടെ. ഇപ്പം സത്യസ്വരൂപത്തിന് ഇത്തരത്തിലുള്ള ഒരു പാപങ്ങളുമില്ല. ഉപാധിയായി വന്നിരിക്കുന്ന ജീവനുകളാണ് ഈ പാപത്തിൽ പെട്ടിരിക്കുന്നത്. ഈശ്വരനെ അറിയുമ്പോൾ ആ പാപവും പോകും. അപ്പോ എന്തൊക്കെയായിരിക്കാം ടീച്ചറെ പാപത്തിന്റെ അപാപവിദ്ധം? തുളസി സാറെ, അപാപവിദ്ധം എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം നമുക്കൊന്ന് റഫായിട്ട് ഓൺ സെന്റൻസ് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് പാപങ്ങൾ? സത്യത്തെ അറിയാതെ ജീവിക്കുക. അതെ, സുന്ദരേശ് സാർ പറഞ്ഞു, വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അശ്രദ്ധ, ഈ അശ്രദ്ധ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് അശ്രദ്ധ ഉണ്ടാകുന്നത്. അതെ, ആ അശ്രദ്ധ കൊണ്ടാണ് പലതും സത്യത്തെ അറിയാതെ പോകുന്നത്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ ഗുരുവാണിയിലുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ അതിലുള്ള വിശ്വാസവും അതിനെ മുറുകെ പിടിച്ചു പോവുക. സത്യം മനസ്സിലാക്കാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയ ദർശനം എന്തായിരുന്നു? താൻ ജീവിക്കുന്ന, താൻ ഉൾപ്പെടുന്ന സമസ്തയും ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞുറുമ്പിന് പോലും നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം അതിനുകൊണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ പറയുമ്പോ തൊട്ടടുത്തവനെ കൊല്ലാൻ സാധ്യമല്ല നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആകെയുള്ള സത്യത്തിന്റെ ഭാഗം അവിഭാജ്യമായ ഒരു ഘടകം മാത്രമാണ് താനെന്ന് ഒരു ബോധം ഉണ്ടാകണം. ആ ബോധമില്ലാത്തതിന് നമ്മള് പാപം എന്ന് പറയുക. അടുത്തത് ഇപ്പൊ അപാപവിദ്ധം, പാപരഹിതമാണ്, സർവവിധ പാപങ്ങൾക്കും അതീതമാണ് ഈശൻ. അടുത്ത് പറയാണ് കവിഹി മനീഷി ഹരിഭൂ. കവിയാണ്. അത് കവി എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ വാക്യ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞു, കവിതകളെ രചിക്കുന്നവനല്ല കവി, കടന്നു കാണാൻ കഴിവുള്ളവനാണ് കവി. ഗുരു ശ്രീനാരായണ ഗുരുദേവൻ എന്ന കവി ഈ കലിയുഗത്തിനും ആവശ്യമായ കാര്യങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെയും 64ഓളം കൃതികളിലൂടെയും നമുക്ക് തന്നേക്കണത്. അത് കടന്ന് കണ്ടിട്ടാ തന്നേക്കണം. ഈ കാലത്തെയും കൂടി ആവശ്യമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഭഗവാൻ കൃതി തന്നിട്ട് പറഞ്ഞത് 100 വർഷം കഴിയട്ടെ ഇതിന്റെയൊക്കെ ആവശ്യം വരും, ഇത് തെളിയും, ഇത് പഠിക്കാനും തേടാനൊക്കെ ആളുകൾ എത്തും അല്ലെ. ഇന്നിപ്പോ നമ്മുടെ എന്താ പറയാ, ആശ്രമത്തിൽ നിന്ന്, ശിവഗിരി ആശ്രമത്തിൽ നിന്നും സന്യാസിമാർ ഉൾപ്പെടുന്ന ഒരു പണ്ഡിത സംഘം UK ആശ്രമത്തിലുണ്ട്. നമ്മുടെ SCGയും നമ്മുടെ സജീഷ് ദാമോദരൻ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. അവരൊക്കെയാണ് അതിന്റെ സംഘാടകരായിട്ടൊക്കെ ഓടി നടക്കുന്നത്.
അപ്പോ അതിന് ഒത്തിരി ഒത്തിരി ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ. അവിടെ ഇതിന്റെ വെളിച്ചം വീശാൻ സാധിക്കട്ടെ. അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാകട്ടെ. അവിടെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിക്കട്ടെ. അല്ലെ, ആ ജ്ഞാനം മുഴുവൻ കൊടുത്തത് നടരാജ ഗുരുവിനാണ്. ഗുരുവിന്റെ ജ്ഞാനം മുഴുവൻ, ആ ജ്ഞാന സമ്പത്ത് ഏറ്റുവാങ്ങിയത് നടരാജ ഗുരുവാണ്. ഗുരുവിന് ചെയ്യാവുന്നത് ഒരു മനുഷ്യ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ഓടി നടന്ന് പ്രവർത്തിച്ചു. എത്രയോ വിജ്ഞാന സമ്പത്ത് തന്നു, അല്ലെ. അതുപോലെ ഉള്ളവരെ, അതാണ് ഗുരു പറഞ്ഞത്, നമുക്ക് ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോ നമുക്ക് ഓരോരുത്തരെയും നോക്കി തന്നെയാണ് അത് പറഞ്ഞത്. എല്ലാവരും ഗുരുവിന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. അപ്പോ അങ്ങനെ നടരാജഗുരു നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്ന, കാണിച്ചു തന്ന, തെളിച്ചു തന്ന ആ പാത പിന്തുടരാനും ലോകം മുഴുവൻ ഗുരുവിന്റെ ദർശനം എത്തിക്കാനും ഭഗവാന്റെ അനുഗ്രഹം, ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അതില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഈ ഒരു ഒറ്റ ദർശനത്തിലൂടെ, ഈ ഏകതയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് എല്ലാത്തിനും ചേർത്ത് വെച്ചിരിക്കല്ലേ ഗുരു. ആ പരിധിയിൽ, ആ ഗുരുവിന്റെ ആ ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്നുമില്ല എല്ലാം. ഇത് ആർക്കാ സ്വീകരിക്കാൻ മടി? അതാണ് അജ്ഞതയുള്ള മനസ്സുകൾക്കായിരിക്കും ഇത് സ്വീകരിക്കാൻ മടി വരുന്നത്. അപ്പൊ പറയാണ്, പരബ്രഹ്മം സ്വരൂപം ഈശൻ കവിയാണ്. അതായത് കടന്നു കാണുന്നവനെയാണ് ഋഷി എന്ന് പറയണെങ്കിൽ ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് പറയും. അപ്പൊ ഒരു ഋഷിക്ക് മാത്രമേ ഒരു കവിയാകാൻ സാധ്യമാകൂ. കടന്നു കാണാൻ കഴിയുന്നവനാണ് കവിയെങ്കിൽ സർവ്വതും അറിയുന്നവനാണ് ഈശ്വരൻ എന്നർത്ഥം പറയും. ആത്മാവ് സകലതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കവി എന്ന് പറയാം. സകലതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ സകലവിധമായ അറിവോടുകൂടിയവനാണ് കവി എന്ന് നമുക്ക് പറയാം. അല്ലാതെ പദ്യരചന നടത്തുന്ന ആളല്ല കവി. ഈ പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ കവിത്വം പ്രകടമായതാണ്. ഈശ്വരന്റെ സർഗാത്മകതയാണ്, ആ കടന്നു കാണലാണ് ഈ പ്രപഞ്ചമായി വന്നിരിക്കുന്നത്. അടുത്ത പറയാണ് മനീഷി. അപ്പൊ കവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞ കടന്നു കാണുന്നവൻ, അല്ല, എല്ലാത്തിനെയും ഉള്ളിൽ കൂടെ ദർശിച്ചവൻ. അടുത്ത മനീഷി എന്ന് പറയും. അതായത് മനസ്സിനും കാരണമായിരിക്കുന്നവനാണ് മനീഷി. മനസ്സിനെ ചിന്തിപ്പിക്കുന്നത് ഇവനാണ്. അപ്പൊ മനീഷി എന്ന് പറഞ്ഞാൽ സദാ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. മനന സഹായിയായ മനസ്സിനെയും ചിന്തിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം മനീഷിയാണ്. അതായത് സദാ മനനം ചെയ്യുകയും അതിനനുസരിച്ച് സത്യത്തെ മനസ്സിലാക്കിയവനെയാണ് മനീഷിയാണ് അവൻ എന്ന് പറയുന്നത്. മനീഷിയാണെന്ന് പറയാറില്ലേ? അതായത് നല്ലവണ്ണം വിചാരം ചെയ്ത് പരമമായ സത്യത്തെ അറിഞ്ഞവനെയാണ് മനീഷി എന്ന് പറയാ. അതായത് സർവസങ്കല്പങ്ങളുടെയും പരിപൂർണമായ നിയന്താവ് എന്ന് പറയും. കാരണം എന്തെന്ന് പറയട്ടെ. അതായത് എത്രയോ ഓരോ മനുഷ്യരുടെയും സങ്കല്പങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച്, മനുഷ്യരുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും കർമ്മങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് ഓരോരുത്തരുടേതായ രീതിയിൽ ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്ന ജോലി ജഗദീശ്വരന്റെ അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് മനീഷിയാണെന്ന് പറഞ്ഞു. സർവസങ്കല്പങ്ങളുടെയും പരിപൂർണമായ നിയന്താവിനെയാണ് മനീഷി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും സങ്കല്പത്തിനനുസരിച്ച് ശരീരത്തിലേക്ക് ഇതിനെ ഓരോന്നിനും വേണ്ട സ്ഥാനത്തായിട്ട് വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മനീഷി എന്ന് പറയാ. ഇനി അടുത്ത പറയാണ് പരിഭൂഹു. പരിഭൂഹു, പരി എന്നുള്ള വാക്കിന് ഉപസർഗാണത്. ചുറ്റുപാടും എന്നർത്ഥം. ചുറ്റുപാട്. ഭൂഹു എന്ന് പറഞ്ഞാൽ ഭവിച്ചത്. അപ്പൊ ചുറ്റുപാടുമായി ഭവിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? സമസ്തയുമായി മാറിയിരിക്കുന്നത്. പരിഭൂഹു, ചുറ്റും കാണപ്പെടുന്ന സമസ്തയുമായി ഭാവം പകർന്നിരിക്കുന്നതിനാൽ പരിഭൂഹു എന്ന് പറയും. ഇവിടെ പറയാം, ചുറ്റും കാണപ്പെടുന്ന സമസ്തയുമായി ഭാവം പകർന്നിരിക്കുന്നത് കൊണ്ട് പരിഭൂഹു, ഈശൻ പരിഭുവാണ്. പങ്കമറ്റ്. അതിന്റെ തർജ്ജമ പറഞ്ഞേ, അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം.
വിത്ത് വെവ്വേറായി നൽകി മുൻപോലെ വിശ്വമൊക്കെയും പരിഭൂ, അതായത് ചുറ്റുപാടുമായി ഭവിച്ചിരിക്കുന്നത്. അടുത്ത പറയാണ് സ്വയംഭൂഹു. സ്വയംഭൂഹു അതായത് നമ്മൾ ഒരു വസ്തുവിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് ബ്രഹ്മത്തിലെത്തും. പിന്നെ ബ്രഹ്മത്തിന്റെ കാരണം എന്താന്ന് ചോദിക്കാൻ പാടില്ല, കാരണം അവിടെ അനവസ്ഥ എന്ന ദോഷം വരുമത്രേ. അപ്പൊ അതുകൊണ്ട് ആ ഈശന് മറ്റൊരു കാരണമില്ല. കാരണസ്വരൂപനായ ഈശന്, ബ്രഹ്മത്തിന് മറ്റൊരു കാരണം ഇല്ലാത്തത് കൊണ്ടാണ് സ്വയംഭൂഹു എന്ന് പറഞ്ഞത്. ആരും കൊളുത്തിയതല്ല, ആർക്കും കെടുത്താനുമാവാത്ത, ജനന മരണങ്ങളില്ലാത്ത സ്വയം നിലനിൽപ്പിനെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. പറയോ ടീച്ചർ? പരിഭൂ അതായത് ചുറ്റും കാണപ്പെടുന്ന സമസ്തയുമായി ഭാവം പകർന്നിരിക്കുന്നവൻ, മാറിയിരിക്കുന്നത്. പരി എന്നുള്ള വാക്കിന് ചുറ്റും എന്നർത്ഥം. ഭൂ എന്ന് പറഞ്ഞാൽ ഭവിച്ചത്. നാം കാണുന്ന ചുറ്റും കാണപ്പെടുന്ന സമസ്തയുമായി ഭാവം പകർന്നിരിക്കുന്നതിനാൽ പരിഭൂവു. പരി ചുറ്റുപാടും, ഭൂ ഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാത്തിനും അതീതനായവൻ എന്നും പറയാമല്ലോ. എല്ലാത്തിനും അതീതനായവൻ, അല്ല എല്ലാതുമായിരിക്കുന്നവനും അതിനതീതമായിരിക്കുന്നവനുമാണ്. അടുത്ത സ്വയംഭൂ. എന്താ സ്വയംഭൂ പറഞ്ഞത്? ജനന മരണങ്ങളില്ലാത്ത, ആ മറ്റൊരു കാരണം പറയാനാവാത്ത പരമകാരണത്തെയാണ്, സ്വയം നിലനിൽപ്പിനെയാണ് സ്വയംഭൂ എന്ന് പറയുക. ജനന മരണങ്ങളില്ലാത്ത സ്വയം നിലനിൽപ്പിനെയാണ് സ്വയംഭൂ എന്ന് പറയുക. പരബ്രഹ്മസ്വരൂപൻ സ്വയംഭൂവാണ്, അതായത് കാരണരഹിതൻ. അതിനൊരു കാരണമില്ല. ഇപ്പോ വൃക്ഷത്തിന്റെ കാരണം വിത്താണെന്ന് പറയണ പോലെ, ആഭരണത്തിന് ഇപ്പൊ വള സ്വർണം കൊണ്ടുണ്ടാക്കിയ വളയുടെ കാരണം സ്വർണ്ണാണെന്ന് പറയണ പോലെ, ജഗദീശ്വരൻ ഒരു കാരണം പറയാൻ പറ്റില്ല, അത് സ്വയംഭൂവാണ്. ജന്മമരണങ്ങളില്ലാത്ത സ്വയം നിലനിൽപ്പിനെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. സ്വയം ഉണ്ടായത് എന്ന അർത്ഥം വേണേ പറയാം, സ്വയം ഉണ്ടായത്. അപ്പോ ഇവിടെ സ്വയംഭൂവായ ജഗദീശ്വരൻ നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സ്ഥാനമാണ് ഇവിടെ ഓരോരുത്തർക്കും ഉള്ളത്. നമ്മൾ ഒത്തിരി ഭഗവാനോട് നിന്ദാവചനങ്ങൾ ചൊരിയാറുണ്ട്, പരിഭവങ്ങൾ പറയാറുണ്ട്, പരാതി പറയാറുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താണോ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്, അതൊരു ശരീരമായി വന്നപ്പോൾ അതിനെ കൃത്യമായി ഓരോന്നിനും വേണ്ടതായ രീതിയിൽ ഓരോരുത്തരെയും നിശ്ചയിച്ച് നൽകുക എന്നുള്ള ജോലിയാണ് ഈശ്വരൻ ചെയ്തത്. അല്ലാതെ എനിക്ക് എന്തിനാ ഇങ്ങനെ ജീവിതം തന്നെ, ഇവര് കുറച്ച് ഇങ്ങനെ ഇരിക്കട്ടെ, ഇവര് കുറച്ച് അങ്ങനെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ ദൈവം അങ്ങനെ കാണിക്കുമോ? ഒരിക്കലുമില്ല. ഈശ്വരന് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി അറിവോടും ഇല്ല. അതുകൊണ്ട് എന്താണോ ഇനി ഒരിക്കലും ഈശ്വരന്റെ മുമ്പിൽ വന്നിട്ട് നമ്മള് പരാതിയോ പരിഭവങ്ങളുടെ കെട്ടഴിച്ചു വിടരുത്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ കൊണ്ടുപോയ ആ വാസനാന്വിതമായ ഒരു ജീവിതം നമുക്ക് കിട്ടുമ്പോഴും അതിനെ ഏറ്റവും കൂടുതൽ ധീരമായി ധൈര്യത്തോടെ അതിനെ കൊണ്ടുപോകാനുള്ള ശക്തിയായിരിക്കുന്നത് ഭഗവാനല്ലേ. ആ ഈശ്വരനോട് എനിക്ക് എന്തിനാ ഇങ്ങനെ തന്നേന്ന് ചോദിക്കാൻ പാടില്ല. ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും എനിക്ക് എന്തിനാ ഇങ്ങനെ തന്നേന്ന് ചോദിക്കേണ്ടി വരില്ല. അപ്പൊ ആ രീതിയില് പരമമായ സത്യത്തെ അറിഞ്ഞ് ജീവിക്കുക. പക്ഷെ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും നമുക്കിതില് സംശയങ്ങൾ വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാള് വളരെ ഒത്തിരി ലൈക്കും ഷെയറും ഒക്കെ കിട്ടിപ്പോകുന്നതാണ്. എത്ര മില്യൺ ആളുകൾ കാണുന്നതാണ്, എത്ര പ്രൈസ് ചെയ്യുന്ന അദ്ദേഹത്തിന്. ഒരു കുഞ്ഞു കൊച്ച് അപകടത്തിൽ പെട്ടപ്പോൾ അവിടെ ദൈവം ഇല്ലായിരുന്നാ ചോദിക്കണേ. ദൈവം എന്താ ചെയ്തേ? അപ്പൊ ദൈവത്തിനെ പറയുന്നവന്റെ നാവിലെ ശക്തി വാക്കായി പോലും പുറത്തു വന്നത് ദൈവമാണെന്ന് അറിയാതെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോ നമ്മൾ പറയേണ്ടത്, സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ പിന്നെ കൊന്നപ്പോ ദൈവം ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനൊക്കെ ഉത്തരം പറയാ? രണ്ടാമത്തെ പദ്യം ഇതല്ലേ ടീച്ചറെ പറയുന്നത്? അത് തന്നെ
കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടി. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി എന്ന് പറയുന്നത്. അവിടെ എല്ലാം ചേർന്നു. ആ എരിയും കൊളുത്തല്, ആ എണ്ണിപ്പിടിക്കലാണ് നമ്മുടെ കർമ്മഘടന. ആ എണ്ണിപ്പിടിക്കൽ നന്നാവണമെങ്കിൽ നമ്മള് ശരീരത്തോടുകൂടി ഇരിക്കുമ്പോ വേല ചെയ്യണം, അല്ലേ? വേല ചെയ്താൽ മാത്രമേ, വേല ചെയ്യാന്ന് പറഞ്ഞാൽ ശരീരം പുഷ്ടിപ്പെടുത്താനും കറി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും ഒക്കെ ഓടുന്നതിന്റെ ഇടയില് ആത്മീയമായ വെളിച്ചത്തെ പ്രോജ്വലിപ്പിക്കാനായിട്ട് കുറെ സമയം കണ്ടെത്തണം. സുന്ദരേശ് സാറിനെയൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്, തുളസിയാർ സാറിനെയൊക്കെ കാണുമ്പോ നമ്മളൊക്കെ നമസ്കരിക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഈ ജ്ഞാന തൃഷ്ണയോടുകൂടി ജ്ഞാനം തേടി എല്ലാവരും അതെ ഗ്രൂപ്പിലിരിക്കുന്ന ആളുകളെല്ലാം ഒത്തിരി ആത്മീയമായി മുന്നേറിയിട്ടുള്ളവരാണ്. പക്ഷെ ഒരു കൊച്ചറിവാണെങ്കിലും എത്ര കരുണയോടുകൂടിയാണ് ഇവരൊക്കെ സ്വീകരിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ പാദനമസ്കാരം ചെയ്യാൻ തോന്നും. കാരണം എത്രയോ തിരക്കുള്ള ജീവിതം, എത്രയോ ഉയർന്ന പദവികളിൽ ജോലി ചെയ്തു, എന്നിട്ടും ജീവിതത്തിന്റെ നാൾവഴികളിൽ സ്വസ്ഥമാകാൻ ശ്രമിക്കുന്നു, അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ശ്രമിക്കുന്നു, കുഞ്ഞു തലമുറകളിലേക്ക് ഇത് പകർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെയാണ് നമ്മൾക്ക് ഈ ജന്മശ്രേഷ്ഠതയ്ക്ക് ഉപകരിക്കണം. ഇനി തലമുറകളോളം നന്നാവും എന്നുള്ളതാണ്. അതിനുള്ള വേലയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയാ, മൃഗജന്മമായി ഇനി അധപ്പതിച്ചു പോകാൻ പറ്റുമോ മനുഷ്യജന്മത്തിൽ വന്നിട്ട്? പറ്റില്ല. നീ എന്താ ചെയ്തേ ചോദിക്കില്ലേ ഈശ്വരൻ. അപ്പൊ ഞാൻ ചെയ്ത ഇതൊക്കെയാണോ ഭഗവാനെ? ഭഗവാനെ അറിഞ്ഞു. പ്രശ്നോപനിഷത്തിലെ പ്രശ്നം 3 മന്ത്രം 6 താങ്കളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടേക്കും. ഓക്കെ, ഇനി സാറ് കണ്ടോ, ഇപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞെടുത്തല്ലോ. ഞാനിപ്പോ പറഞ്ഞു നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ അത് തെരഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ. സാറ് ചിന്തിച്ചിട്ട് സാറത് കയ്യിലെടുത്തു നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുമുണ്ട്. അപ്പോ അതൊന്ന് കുറിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള പല ഇപ്പൊ കൊച്ചു കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഉള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ഉണ്ട് അവിടെ. എങ്ങനെയാണ് മരണം, എന്താണ്? ശിവശതകത്തിലില്ലേ, വിധി വരച്ചത് മാറി വരാൻ പണി പ്രതിവിധിക്കും അകറ്റരുതായത് എന്നും പറഞ്ഞ് ശിവശതകത്തിലെ 30-ാമത്തെ ഒരു അതെ അതാണ് വരച്ചു വെച്ചിരിക്കുക. വിധി വരച്ചതു മാറ്റി വരാൻ പണി പ്രതിവിധിക്കും അകറ്റരുതായത്, അല്ലെ? ഇതി പറഞ്ഞു വരും മതി എന്ന് കിട്ടുന്നില്ല. ഇതി വരും, ഇതി പറഞ്ഞു ഒരാൾക്കുണ്ടോ? ഇതി പറഞ്ഞു വരുന്നു മഹാജനം മതിയിലൊന്ന് അടിയനറിയാവതോ, അടിയനൊന്നറിയാവതോ. ഒന്ന് ചൊല്ലിക്കത്. നല്ല സന്ദർഭത്തിലാണല്ലോ അത് കിട്ടിയ. വിധി വരച്ചതു മാറി വരാൻ പണി പ്രതിവിധിക്കും അകറ്റരുതായത്, ഇതി പറഞ്ഞു വരുന്നു മഹാജനം മതിയിലൊന്നടിയനെന്നറിയാവതോ. മതിയിലൊന്നടിയനറിയാവതോ, അല്ലെ? ഇതാണ് വിധി വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് ഇന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ പറയാണ്, സ്വയംഭൂവാണ്, എല്ലാത്തിനും കാരണമായ ഇവന് മറ്റൊരു സമാഭ്യ, അല്ലെ? ശാശ്വതീഭ്യ സമാഭ്യ, അതായത് ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത്, അനാദിയായ. സമം എന്ന് പറഞ്ഞ വർഷം നട്ടം. സമാഭ്യ മീൻസ് ബഹുവചനാണ്, വർഷങ്ങളിൽ. ഈ ആദികാവ്യമായ രാമായണത്തിൽ സമാഹങ്ങൾ വാക്കുണ്ട്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശാശ്വതീ സമാഹ, ശാശ്വതീഹി സമാഹ. ഇനി ഏതൊരു കാലത്തും ഇനി വരാൻ പോകുന്നതല്ല ശാശ്വതം. ഈ എന്നും നിനക്കൊരിക്കലും ഈ വേടന് ശാശ്വതമായ ഒരു പ്രതിഷ്ഠ എന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നീ ചെയ്തത് അത്രയും അനീതിയാണെന്നുള്ളൊരു ശാപവാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സമാഹ എന്നുള്ള പദം. വർഷങ്ങൾ, വർഷാണി എന്ന് പറയും, കാലങ്ങൾ. അപ്പൊ എന്നും നിലനിൽക്കുന്ന അനാദിയായ കാലം മുതൽ എന്നർത്ഥം. ശാശ്വതീഭ്യ സമാഭ്യ, എല്ലാ കാലത്തേക്കുമുള്ള. ശാശ്വതീഭ്യ സമാഭ്യ, എല്ലാ കാലത്തേക്കുമുള്ള. ഉണ്ടല്ലോ ടീച്ചർ, യാഥാ തഥ്യതോ അർത്ഥാൻ പറയുന്നു. അടുത്ത വാക്ക് യാഥാതഥ്യതഃ അർത്ഥാൻ വ്യതദാത്. യാഥാതഥ്യതഃ അർത്ഥാൻ
അർത്ഥാൻ യാഥാതഥ്യതഃ വ്യതദാത്. അർത്ഥാൻ അതായത് കാര്യങ്ങളെ, ഈ പ്രപഞ്ച വസ്തുക്കളെ, പ്രപഞ്ച ഘടകങ്ങളെ യാഥാതഥ്യതഃ അതാതിന് യോജിച്ച രീതിയിൽ. അപ്പൊ നമ്മൾ എന്ത് വാസനയിലാണോ വന്നത് അതനുസരിച്ച്. ഈ പ്രപഞ്ചത്തിന് ഒരു സംവിധായകനുണ്ട്. ഈ പ്രപഞ്ചത്തെ ആകെ ഭരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയ്ക്കാണല്ലോ ധർമ്മം എന്ന് പറയുക. ആ ധർമ്മത്തിനനുസരിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ആരൊക്കെ എത്ര ഭൂമി നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചാലും, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാലും അതൊന്നും ശാശ്വതമായി നിൽക്കില്ല. കാരണം അതിനൊക്കെ അതീശമായിട്ടൊരു ശക്തി ഇവിടെ ഉണ്ട്. അതാണ് യാഥാതഥ്യത അർത്ഥാൻ. അതായത് ശരിയായ വിധത്തില് വിഭജിച്ച് നൽകിയെന്ന്. അർത്ഥാൻ യാഥാതഥ്യത വ്യതദാത്. പ്രപഞ്ച ഘടകങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു, അതായത് വിഭജിച്ചു നൽകി. അതിൽ ഗുരു പറഞ്ഞിരിക്കുന്നതാണ്, പകുത്തു വെവ്വേറായി നൽകി മുൻപോൽ ഈ വിശ്വമൊക്കെയും. മുൻപോൽ ഈ വിശ്വമൊക്കെയും പകുത്തു വെവ്വേറായി നൽകി. മുൻപോൽ എന്ന് പറഞ്ഞാൽ അവരവരുടെ സങ്കല്പത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും ശരിയായ വിധത്തിൽ വിഭജിച്ച് നൽകിയ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനാണ് ഈശ്വരൻ. അതിനെയൊക്കെ മറന്ന് നമ്മൾ ജീവിച്ചാല് എന്താ അവസ്ഥ? ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എത്രയെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ച വ്യവസ്ഥയെ ആകെ താളം തെറ്റിച്ചുകൊണ്ട് തുച്ഛമായ ധനസമ്പാദനം എന്ന ഒരു വിഷയം മാത്രം കൊണ്ട് ഈ ശാന്തവും സ്വസ്ഥവുമായ മനുഷ്യജീവിതം കെടുന്ന രീതിയിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും, പിന്നെ പുഴ വരെയും വിണ്ട് കീറി ഒഴുകുന്ന രീതിയിൽ നശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചു നാളോട് ജീവിച്ചു പോയപ്പോലെ. അതിനു വേണ്ടിയിട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ, നല്ല സ്വച്ഛമായി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളത്തിലേക്ക് മാലിന്യ കൂമ്പാരം കൊണ്ടുപോയി ചൊരിയുമ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര ജന്മം അനുഭവിച്ചാലും തീരാത്ത പാവമാണ് ഈ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനൊക്കെ ഒരു അതീശ ശക്തി, അപ്പുറം ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇവിടെ ഓരോന്നിനെയും വിഭജിച്ച് നൽകി ഇവിടെ സുസ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. എങ്ങും നിലനിൽക്കുന്ന, അതായത് എന്നും നിലനിൽക്കുന്ന അനാദിയായ കാലം മുതൽ യാഥാതഥ്യത അവരവരുടെ സ്ഥിതി അനുസരിച്ച്, കർമ്മമനുസരിച്ച് അർത്ഥാൻ പ്രപഞ്ച ഘടകങ്ങളെ വ്യതദാ വിഭജിച്ച് നൽകി. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമ്മൾക്ക് എന്ത് റോളാണോ ഈ ലോകത്തുള്ളത് ആ റോൾ അഭിനയിക്കാൻ നമ്മൾ വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലിരുന്ന് അഭിനയിപ്പിക്കുന്ന ആ ആട്ടക്കാരൻ ദൈവമാണ്. നമ്മൾ ഉപാധിയായിട്ട് വന്നിട്ട് നമ്മൾ ആട്ടക്കാരനാകാതിരിക്കുക. ഈശ്വരനാണ് എല്ലാത്തിനെയും കൊണ്ട് ആടിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച പിന്നെ ദുഃഖവും സുഖവും ഒക്കെ അങ്ങോട്ട് കൊടുത്താൽ പോരെ. ഒരു വേദന വരുമ്പോഴും നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പഠിക്കാം. അതിന് നമ്മുടെ മനസ്സിനെ നമുക്ക് പക്വപ്പെടുത്തണം. പതുക്കെ നമുക്കതിന് സാധിക്കണം. അപ്പോ മുൻ കർമ്മഗതിക്ക് അനുസരിച്ച് എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും വേറെ വേറെയാക്കി സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അതാണ് ശാശ്വതീഭ്യ സമാഭ്യ, അനാദിയായ കാലം മുതൽ എല്ലാ കാലത്തേക്കുമുള്ള ആ ഒരു നിയമസംഹിത ഈശ്വരൻ തന്നെയാണ് ചെയ്യുന്നത്. യാഥാപത്യത അർത്ഥാൻ വ്യതദാത്. പകുത്തു വെവ്വേറായി നൽകി മുൻപോലി വിശ്വം ഒക്കെയും. അതാണ്. അപ്പോ അതായത് ഈ പ്രപഞ്ചം ഒരു സുവ്യവസ്ഥിതമാണെന്ന് ആദ്യം അറിയുക. അതുകൊണ്ടാണല്ലോ കാലാകാലങ്ങളിൽ ധർമ്മം നഷ്ടപ്പെടുമ്പോൾ, അധർമ്മം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പരബ്രഹ്മ സ്വരൂപം ശരീരം സ്വീകരിച്ച് വരുന്നത്? ഇപ്പൊ ശങ്കര ഭഗവത്പാദര് വന്ന കാലഘട്ടമൊക്കെ, അല്ലെ ശങ്കര ജയന്തിയൊക്കെ ആകുമ്പോ ബുക്കുകളിലൂടെ നമ്മൾ വായിച്ചൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും കണ്ണു നിറഞ്ഞു പോകും. ആ ഒരു ഭഗവത്പാദരുടെ കാലഘട്ടം ജയിക്കേണ്ടത് ജ്ഞാനം കൊണ്ടാണ് ജയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗുരുമാരെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വാദ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയോ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. സത്യസംവാദങ്ങളാണ് നടത്തുന്നത്. ഇപ്പൊ മണ്ഡല മിശ്രമായിട്ടുള്ള വാദത്തില് എത്രയോ 6 മാസത്തോളം ഇദ്ദേഹം നീണ്ടു നിൽക്കുകയാണ് ആ തർക്കം മീൻസ് അതിന്റെ ജ്ഞാനം പങ്കുവെക്കലാണ്. അപ്പൊ അവിടെയാണ് സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ആചാര്യസ്വാമികൾ നീങ്ങുന്നത്. കാരണം ഇല്ലെങ്കിൽ അസത്യം ഈ ലോകത്ത് വരും. അതുകൊണ്ടാണ്, അല്ലാതെ തർക്കിക്കാൻ വേണ്ടിയല്ല ജ്ഞാനം ചെയ്തത്. മനുഷ്യ സമൂഹത്തെ തെറ്റായ വഴിയിൽ നിന്നും
ശരിയായ വഴിയിലേക്ക് നയിക്കുക. കാരണം യജ്ഞഭൂമികളിലേക്ക് മൃഗങ്ങളുടെ രക്തമൊഴുകുക, അവരെ ഹോമിക്കുക, അതാണ് ധർമ്മം. അക്കാലത്തെ ധർമ്മം. ആചാര്യസ്വാമികളെ കൊല്ലാൻ തലവെട്ടാനായിട്ട് വന്നതാണ് അല്ലെ. അങ്ങനെയൊക്കെ ഉള്ളിടത്തൊന്നും സത്യത്തിന് വേണ്ടി പിടിച്ചു നിന്നത് കൊണ്ടാണ് ആ അദ്വൈത സത്യം വിജയിച്ചത്. അതിൽ നിന്നല്ലേ എല്ലാം. അപ്പൊ ഗുരുവിന്റെ കൃതികൾ അത്രയും അദ്വൈത ദർശനമാണ്. അപ്പോ അത് പറയുമ്പോൾ നമ്മൾക്ക് ഗുരുക്കന്മാരെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശമില്ല. കാരണം നമ്മൾ അജ്ഞരാണ്. ഗുരുക്കന്മാര് പരസ്പരം സംസാരിക്കുന്ന പോലെയല്ല നമ്മൾക്ക് പറയാൻ പാടില്ല. നമുക്ക് ഒരു ഗുരുവിനെയും പൂർണ്ണമായി അറിയാനുള്ള മനത്രാണിയില്ല, അറിവില്ല. അതുകൊണ്ട് കാരണം എന്താണെന്നറിയാമോ, ഋഷിപാപം വരും നമുക്ക്. പറയാൻ പാടില്ല. കാരണം 32 വയസ്സ് വരെ ആചാര്യസ്വാമികൾ ജീവിച്ചതും 73 വർഷം വരെ മഹാഗുരു നടന്നു നീങ്ങിയതും അവർക്ക് വേണ്ടി അല്ലായിരുന്നു. അവർക്ക് എന്താ ഇവിടെ സ്ഥാപിക്കാനുള്ളത്, എന്താ ഇവിടെ നേടാനുള്ളത്? ഒന്നുമില്ല. അത് ലോകാനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് അവരിവിടെ പ്രവർത്തിച്ചത്. പിന്നെ രാഗവും ദ്വേഷവും കാമോ ക്രോധവും ഒക്കെയുള്ള മനുഷ്യന്മാരാണ് അവരെയൊക്കെ വിഭജിച്ചെടുത്തോണ്ട് പോയി അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോ ഉപനിഷത്ത് പഠിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, സത്യം പഠിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടത്, ഒരാളെയും ദ്വേഷിക്കാൻ നമ്മുടെ ഗുരു നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും പറയുന്ന ഒന്നാണ് ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ സത്യവുമായി നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഭക്തന്മാരായ മനുഷ്യരെ എല്ലാവർക്കും ഒന്ന് സ്വീകാര്യമാണ്. കാരണം അവരുടെ അടുത്ത് പെരുമാറാനും മറ്റൊരു കാര്യം അവതരിപ്പിക്കാനും പറയാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ശ്രീനാരായണ സമൂഹം തന്നെയാണ്. സംശയമില്ല. കാരണം പലരും എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊരു ജ്ഞാനത്തിലേക്ക് വന്നിട്ടുണ്ട്, നല്ല ഒരു മാറ്റമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ദർശനം മനുഷ്യ മനസ്സുകളിലേക്ക് നന്നായി പതിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലൊന്നും ഇത്ര ആളുകളൊന്നും കൂടിയിരിക്കില്ല ഈ ഉപനിഷത്ത് പഠിക്കാൻ. യാഥാർത്ഥ്യത ഒന്നുകൂടെ അതിന്റെ മീനിങ് എന്ന് പറയൂ. യാഥാർത്ഥ്യത അതായത് യാഥാർത്ഥ്യത പറഞ്ഞ ശരിയായ വിധത്തില് അർത്ഥ എന്ന് പറഞ്ഞ പ്രപഞ്ച ഘടകങ്ങളെ വിഭജിച്ച് നൽകി. പ്രപഞ്ച ഘടകങ്ങളെ ശരിയായ രീതിയിൽ വിഭജിച്ച് നൽകി. ഇപ്പൊ ഓന്തിന്റെ ശരീരം കൊടുക്കണതോ, ഒരു ഉറുമ്പിന്റെ ശരീരം കൊടുക്കണതോ, ആ ഉറുമ്പിന് അല്ലെങ്കിൽ ഒരു ഓന്തിന് പരിസ്ഥിതിക്ക് അനുസരിച്ച് അതിന്റെ നിറം മാറാനുള്ള ആ ഒരു ഘടകം വെച്ച് കൊടുത്തതോ, ഒരു ആമയ്ക്ക് കട്ടിയുള്ള പുറന്തോട് കൊടുത്തതോ ഒക്കെ എത്ര കരുതലോടുകൂടിയാണ് ഓരോന്നിനെയും വെച്ചിരിക്കുന്നത്. ഒരു മത്സ്യത്തിന്റെ പുറത്ത് ചെതുമ്പലുകൾ വെച്ചിരിക്കുന്നു. അതിന് പെട്ടെന്നൊന്നും ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിനെ എത്രയെത്ര സ്ഥലങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് കണ്ണീര് വരും നമുക്കല്ലേ. ആ പൊതിഞ്ഞ് സൂക്ഷിച്ച ആ വ്യക്തിനെ സൂക്ഷിക്കുന്നത്. ഒരു ചക്കക്കുരു വെറുതെ നോക്കിക്കേ, വലിയ ഒരു മുള്ളിന്റെ പടലം, ഒരു ദോഷവും വരരുതെന്ന് കരുതിയാൽ എത്രയെത്ര സ്ഥലങ്ങൾ കൊണ്ട് പൊതിഞ്ഞാണ് ആ സീഡിനെ കൊടുത്തിരിക്കുന്നത് നോക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് യാഥാർത്ഥ്യത അർത്ഥാന്യതാത്. ഈ പ്രപഞ്ച സംവിധാനങ്ങളെ കറക്റ്റ് ടൈം ആവുമ്പോഴേ ചിലപ്പോ നിങ്ങൾ പ്രതിനിധിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, കാരുണ്യവാനാണ് ദൈവം. കറക്റ്റ് സമയം ആവുമ്പോഴത്തേക്ക് ആ മാവിൽ എങ്ങനെ പൂവല വന്നേ. ആണെങ്കിലേ ടീച്ചർ അനുകൂല സാഹചര്യത്തിലേ അത് പൊടിക്കുള്ളൂ. അതൊരു എത്ര വിട്ടിട്ടിരുന്നാലും അത് പൊടിക്കാതെ കിടക്കും. അത് അനുകൂല സാഹചര്യം വരുമ്പോഴേ പൊടിക്കുള്ളൂ. അതാ ഒരു സങ്കല്പത്തിനൊക്കെ ഇതെല്ലാം ചെയ്യുന്ന ഒരു നിയാമശക്തി ഇവിടെ ഉണ്ടെന്ന് അജ്ഞാനികളായ മനുഷ്യർക്ക് അറിയില്ല. അതാണ് സംഭവിക്കുന്നത്. അവരെല്ലാത്തിനെയും അഹന്ത കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ശാശ്വതീഭ്യഃ സമാഭ്യഃ വ്യദദാതു അല്ലെ. അപ്പോ ആ ശ്ലോകത്തിന്റെ ആശയം ഒന്നുകൂടെ ഒരുമിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? 50